പാൽക്കടലാണ്. പശ്ചിമഘട്ട മലനിരകളിൽ കൊടും കാടിന് നടുവിൽ ഒരു പാൽക്കടൽ. ഇത് പാൽനുര ചിതറുന്ന ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ വെള്ളച്ചാട്ടമാണ്. തലയെടുപ്പിന്റെ ഔന്നത്യത്താലാകാം ദൂത് സാഗർ ആയത്, അതായത് പാൽക്കടൽ. ഗോവയിലെ ദൂത് സാഗർ രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ്. 1017 അടി ഉയരത്തിൽ 100 അടി വണ്ണത്തിൽ 4 നിലകളിലായി കർണാടക, ഗോവ സംസ്ഥാനങ്ങൾ അതിരിടുന്ന സഹ്യസാനുവിലെ വനനിരകളിൽ പതഞ്ഞിറങ്ങുന്ന രൗദ്ര ഭംഗിയാണ് ദൂത് സാഗറിന്. ഗോവയിലെ പനാജിയിൽ നിന്ന് 60 കിലോമീറ്റർ ദൂരെ മണ്ഡോവി നദിയിലാണ് ദൂത് സാഗർ വെള്ളച്ചാട്ടം. ഗോവ മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷന് 46 കിലോമീറ്റർ കിഴക്കാണിത്. കർണാടകയിലെ ബെൽഗാമിൽ നിന്ന് 80 കിലോമീറ്റർ തെക്കും. മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൊല്ലം വരെ ട്രെയിനിലോ ബസ്സിലോ എത്തി അവിടെ നിന്ന് ഭഗവാൻ മഹാവീർ വന്യമൃഗ സങ്കേതത്തിലൂടെ ജീപ്പിൽ വെള്ളച്ചാട്ടത്തിന് സമീപമെത്താം. യാത്രയിൽ പലതവണ നാം മണ്ഡോവി നദി മുറിച്ചു കടക്കുന്നു. വാഹന പാർക്കിങ്ങിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ നടന്നാൽ വെള്ളച്ചാട്ടത്തിലെത്താം. ദൂത് സാഗറിനെ മുറിച്ചു കടക്കുന്ന ഒരു തീവണ്ടി പാതയുണ്ട്. ഉത്തര കന്നഡയിലെ കാസിൽ റോക്ക് സ്റ്റേഷനിൽ നിന്ന് യാത്ര തിരിക്കുന്ന ട്രെയിൻ 200 മീറ്റർ നീളമുള്ള ഗുഹയിലൂടെ നൂഴ്ന്നു കയറി വെള്ളച്ചാട്ടം കടന്നുപോകുന്നു. ദൂത് സാഗറിൽ വണ്ടി സാവകാശം പോകുമ്പോഴോ 1 മിനിറ്റ് നിർത്തുമ്പോഴോ യാത്രികർ ട്രെയിൻ ഇറങ്ങി നടന്ന് വെള്ളച്ചാട്ടം കാണുന്ന പതിവുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യൻ റെയിൽവേ ദൂത് സാഗറിൽ യാത്രക്കാർ ഇറങ്ങുന്നത് ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ്. പശ്ചിമഘട്ടത്തിൽ നിന്ന് പെയ്തിറങ്ങുന്ന ഈ പാൽക്കടലാണ് ഗോവയുടെ ആയുർരേഖയായ മണ്ഡോവി നദിയായി മലയിറങ്ങുന്നത്.